കാസർഗോഡ് കുണ്ടംകുഴിയിൽ വിദ്യാർത്ഥിയോട് പ്രധാന അധ്യാപകന്റെ ക്രൂരത. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HMന്റെ അടിയേറ്റ് 10ാം ക്ലാസ്സുകാരന്റെ കർണപടം തകർന്നു. അസംബ്ലിക്കിടെ കാൽ കൊണ്ട് ചരൽ നീക്കിയതാണ് HM അശോകനെ പ്രകോപിപ്പിച്ചത്. സരീഷ് PK ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, എന്താണ് സംഭവം? ഇന്നലെയാണ് ഈ സംഭവത്തിന് അല്ലെങ്കിൽ സംഭവം നടക്കുന്നത്. ഇന്നലെ രാവിലെ സ്കൂളിൽ അസംബ്ലി വിളിച്ചു ചേർത്തിരുന്നു. അതിനിടയിൽ ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥി അസംബ്ലിയിൽ നിൽക്കുമ്പോൾ കാലുകൊണ്ട് ഈ ചരൽ നീക്കുകയും കൃത്യമായി അസംബ്ലിയിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ ഇരുന്നു എന്നാരോപിച്ചാണ് ഈ പ്രധാന അധ്യാപകൻ തന്നെ മർദ്ദിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്. അതായത് ഈ കുട്ടിയെ വിളിച്ചു വരുത്തുകയും എന്താണ് ഈ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചെയ്തത്, അച്ചടക്കത്തോടെ നിൽക്കേണ്ട അസംബ്ലി അല്ലേ എന്ന് ചോദിക്കുകയും കുട്ടി കൃത്യമായി മറുപടി നൽകിയപ്പോൾ പ്രകോപിതനായ HM മുഖത്ത് അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കുട്ടിയുടെ കർണപടം പൊട്ടി എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഇന്നലെ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയുമായിരുന്നു. അല്പസമയം മുൻപാണ് ഈ സംഭവത്തിൽ പോലീസിനോടൊപ്പം തന്നെ AEOയ്ക്കും പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയെ ഈ നിലവിൽ യാതൊരു പ്രകോപനവുമില്ലാതെ കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പക്ഷേ സ്കൂൾ അധ്യാപകൻ വിശദീകരിച്ചത് മർദ്ദിച്ചിരുന്നു, പക്ഷേ മുഖത്ത് അടിച്ചിട്ടില്ല. അസംബ്ലിയിൽ കൃത്യമായി പാലിക്കാത്തതുകൊണ്ട്, അതായത് കൃത്യമായി എങ്ങനെ നിൽക്കണം, അസംബ്ലിയിൽ ജനഗണമന ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ദേശീയ ഭക്തഗാനം ചൊല്ലുമ്പോൾ കൃത്യമായി അടങ്ങി നിൽക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് പാലിക്കാത്തതിനാൽ വിളിച്ചു വരുത്തി ശകാരിച്ചിരുന്നു എന്ന് മാത്രമാണ് അധ്യാപകൻ പറയുന്നത്. മറ്റൊരു രീതിയിലുള്ള മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും സംഭവത്തിൽ പോലീസും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി സരീഷ്, കാസർഗോഡ് കുണ്ടംകുഴിയിലാണ് വിദ്യാർത്ഥിയോട് പ്രധാന അധ്യാപകന്റെ ക്രൂരത എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്.